ഹായ് വെൽക്കം ടു ജോപാസ് ട്രാക്ക്. ഇന്ന് ജോപാസ് ട്രാക്ക് എയർഫോഴ്സ് അസോസിയേഷൻ എറണാകുളം ചാപ്റ്ററിന്റെ ഓഫീസിലാണ്. കുറച്ച് നാളായിട്ട് വെറ്ററൻ എയർ വാരിയേഴ്സിന് വേണ്ടി വർക്ക്ഷോപ്പുകൾ ഇവിടെ നടത്താറുണ്ട് എന്ന് കേട്ടു. ആ വർക്ക്ഷോപ്പുകൾ ഒന്ന് കാണാം എന്ന് കരുതി വന്നതാണ്. ഇവിടെ ഇന്ന് സ്പർശ് എന്ന പുതിയ പെൻഷൻ പോർട്ടലിൽ വന്നിട്ടുള്ള ചെറിയ അപാകതകൾ റെക്ടിഫൈ ചെയ്യുന്നതിന് വെറ്ററൻസിനെ സഹായിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ വീഡിയോ എടുത്തിട്ടുള്ളത് 3 ഭാഗമായിട്ടാണ്. അതിലൊന്നാമത്തെ ഭാഗത്തിൽ എയർഫോഴ്സ് അസോസിയേഷൻ എറണാകുളം ചാപ്റ്ററിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് വെറ്ററൻ എയർ വാരിയർ മധുസൂദൻ പിള്ളെ നമ്മോട് സംസാരിക്കുന്നതാണ്. 2, ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന കുറച്ച് വെറ്ററൻസ് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. 3, നേരത്തെ പ്രസിഡന്റ് തന്റെ സംസാരത്തിൽ പറഞ്ഞ വെറ്ററൻ എയർ വാരിയർ മനീഷ് ആൻഡ് ജ്യോതിഷ് എങ്ങനെയാണ് ഇവിടെ വരുന്ന വെറ്ററൻ വാരിയേഴ്സിനെ സഹായിക്കുന്നത് എന്നൊരു ലൈവ് വീഡിയോ ആണ്. എയർഫോഴ്സ് അസോസിയേഷൻ എറണാകുളം ചാപ്റ്റർ എടുക്കുന്ന ഈ എഫേർട്ടിന് നമുക്കൊരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ കാണാം. ജയ് ഹിന്ദ്. ഇപ്പോൾ ഞാൻ ഐ ആം വിത്ത് പ്രസിഡന്റ് ഓഫ് AFA എറണാകുളം who has taken all these efforts നമ്മുടെ സ്പർശിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവാണ്. ആൻഡ് സോ would you please give a few message of information? Of course, definitely I can. Actually അറിയുന്ന നമ്മുടെ AFAയുടെ പർപ്പസ് തന്നെ എന്താ, നമ്മൾ റിട്ടയറായി വന്ന എയർഫോഴ്സുകാർക്ക് അവരുടെ കുടുംബം മെയിൻലി ഒരു ഫാമിലിക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കുക. അവരുടെ പെൻഷനായാലും അവരുടെ ഹെൽത്തിൻ്റെ ആയാലും റീസെർച്ച് പ്രോബ്ലം. ഇപ്പം ഏറ്റവും വലിയ പ്രധാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്പർശിൻ്റെ സ്പെല്ലിംഗ് പ്രോബ്ലംസ് ഡേറ്റ് ഓഫ് ബർത്ത് ഒരുപാടുണ്ട്. പലയിടത്തും ഈ DPDF വരാനുള്ള ബുദ്ധിമുട്ടും പലയിടത്തും ഇങ്ങനെ ഓടി നടക്കുക. സോ അതിന് ഞാൻ ഇപ്പം നമ്മൾ ഈ സ്പർശിനെ കുറിച്ചുള്ള വർക്ക്ഷോപ്പുകളെ കുറിച്ച് ഞങ്ങൾ കുറച്ച് പഠിച്ചു. നമുക്ക് ഡെഡിക്കേറ്റഡ് ഉണ്ട് നമ്മുടെ മനീഷ്, ജ്യോതിഷ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. നമ്മുടെ ഒരു ഡെഡിക്കേറ്റഡ് ടീമാണ് ഇന്ന് നമ്മുടെ AFA എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ നമ്പർ 1 ആണ്. നോട്ട് ഓൺലി കേരള, ഇന്ത്യയിൽ നമുക്കറിയാലോ നമ്പർ 1 ആണ് എറണാകുളം. എന്തുകൊണ്ടാണെന്ന് പറയാം, ഒരു ടീം വർക്കാണ് ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സ്പർശ് പിന്നെ ECHS പ്രോബ്ലം, ഇതാണ് ആൾക്കാർക്ക് വേണ്ടത്. ഇത് ഞങ്ങൾ മുറയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ അവർ വരുന്നവർക്കുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങളായാലും ഒക്കുന്നോണൊക്കെ നമ്മളെല്ലാം ഇതും ചെയ്യുന്നുണ്ട്. ആരെയും മുഷിപ്പിക്കാതെ, ആരോടും ഒരു ഇതില്ലാതെ അവരെല്ലാം വളരെ ഹാപ്പി ആയിട്ട് പോകണം. എല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ട് സോഫാർ പോയിരിക്കുന്നത്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ഒരുവിധം ഇവരുടെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിന് ഞങ്ങൾ പ്രത്യേക രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. ആ രജിസ്റ്ററിനകത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ രജിസ്റ്ററിനകത്ത് എഴുതണം നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആയോ, നിങ്ങളുടെ ഇഷ്യൂ എവിടെ വരെ ആയി. അത് ഞങ്ങൾ വീണ്ടും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതുവരെ 98% പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് പോയിട്ടുള്ളത്. ഇവിടെ വന്ന കുറച്ച് പേരെടുത്ത് ഞാൻ സംസാരിച്ചു. ദേ ആർ ഓൾ ഹാപ്പി അബൌട്ട് ദിസ് വർക്ക്ഷോപ്പ്. ആൻഡ് അതിന് സാറിന് അവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ സർവീസ് ആണ്. You don't take any service charges? സിസ്റ്റമേ ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ സിസ്റ്റം ആരും പറഞ്ഞതിന് തെറ്റാണ്. ഇപ്പൊ ആർമി, നേവി, എയർഫോഴ്സ് കൂടി ചേർന്ന് ഞാൻ ഹോട്ടൽ പ്രസിഡൻസി വെച്ചൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. അവർ ഭയങ്കര ഹാപ്പി ഉണ്ടായിരുന്നു. അവിടെ അവർ കുറെ ആൾക്കാർ ഇപ്പൊ എന്നെ അപ്രോച്ച് ചെയ്യുന്നു. ഞാൻ നിങ്ങൾ വരുമോ, അവർക്കൊന്ന് നമ്മളെ ചെയ്യാവുന്ന നമ്മളിപ്പം എയർ വെറ്ററാണ് നമ്മൾ പ്രോൺസ് കൊടുക്കുന്നത്. പക്ഷെ അല്ലാത്തത് നമ്മൾ ചെയ്യും. ഇല്ലേ, ആൾ വെറ്ററൻസ്, ആൾ ഡിഫൻസ്, ESM, എക്സ് സർവീസ്മാൻ, നമ്മൾ എല്ലാം ഒറ്റ ഫാമിലിയാണ്. നമ്മൾ സർവീസ് ഇരിക്കും 3 യൂണിഫോം ആയിരുന്നു, ആർമി, എയർഫോഴ്സ്, നേവി. പക്ഷെ റിട്ടയർ കഴിഞ്ഞ നോ യൂണിഫോം, നമ്മളെല്ലാം ഒറ്റ ടീമാണ്. അങ്ങനെയാണ് അവിടെ വന്നത്. അതിനിപ്പോൾ ആർമി, നേവി നിന്ന് ഒരുപാട് കോള് ദിവസവും വരാറുണ്ട്. ആൾമോസ്റ്റ് ഡേ ആയിട്ട് വരുന്നത്. അവർക്ക് ഭയങ്കര അപ്രീഷിയേഷൻ നമ്മുടെ AFA കുറിച്ച്. ഈവൻ നമ്മൾ മരണാന്തരമുള്ള കർമ്മങ്ങൾ അവർക്ക് കിട്ടാത്തതിന് അവർ എന്നെ അപ്രോച്ച്, എനിക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ജില്ലാ സൈനിക ബോർഡോ ഒക്കെ അപ്രോച്ച് ചെയ്യൂ. അല്ലാതെ ഞങ്ങൾക്ക് എയർഫോഴ്സുകാരെ മാത്രമേ ആ കാര്യം ചെയ്യാം. മറ്റുള്ള നിങ്ങളുടെ സ്പർശ് പ്രോബ്ലം, ECH പ്രോബ്ലം ഒക്കെ നമ്മൾ ഇടപെടുന്നുണ്ട്. ഒരുപാട് സോൾവ് ആയിട്ടുണ്ട്. അതിനുള്ള സന്തോഷമുണ്ട്. ഞങ്ങളുടെ സന്തോഷം ഇതാണ്, ആൾക്കാരുടെ സന്തോഷം. സത്യം പറയാം, നിങ്ങൾക്ക് അറിയാലോ, ആൾക്കാരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ഇത് ഞാൻ ഇതായിട്ട് പറയില്ല, ഈസ് ഹാപ്പണിങ്. എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ റിട്ടയർമെൻറ്റ് എനിക്ക് സർവീസ് ഇരിക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു. റിട്ടയർ ആയി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഒട്ടും റെസ്റ്റ് ഇല്ല. ഫുൾ ഡേ രാവിലെ രാത്രി വരെ. വൈഫ് പറയുന്നേ വല്ലപ്പോഴൊക്കെ കിട്ടുന്നേ, മിക്ക ദിവസം ലഞ്ചിന് വീട്ടിൽ കാണാറില്ല. Okay sir, thanks a lot for your precious time and keep strong, go strong, help the veterans for many more years. Thank you sir. Thank you. സാറിന്റെ പേര്? ബാലേന്ദ്രൻ. TPO വന്നിട്ടില്ല, ഫസ്റ്റിലേക്ക് മൈഗ്രേറ്റ് ആയി അല്ലേ? നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ യൂസർ നെയിം, പാസ്വേഡും ഉണ്ട് അല്ലേ? സാർ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, നേരത്തെ വന്നിട്ടില്ല. അപ്പം OROP-നും വന്നിട്ടില്ല, OROP 3 വന്നിട്ടില്ല. ഓക്കെ അത് നമുക്ക് നോക്കാം എന്താണ്. അപ്പം ഇത് കിട്ടിയല്ലേ നമുക്ക്. യൂസർ നെയിം മാറ്റിയിട്ട് ചെയ്തായിരുന്നോ? പാസ്വേഡ് മാറ്റിയിട്ട് ചെയ്തോ നേരത്തെ? തന്നെയാണോ? അല്ല, എന്നാ ചെയ്തതെന്ന് ഓർക്കുന്നില്ല.
റേറ്റ് 2020 അല്ലേ? സാർ ഒരു OTP വരും. ഒരു OTP ഒന്ന് പറഞ്ഞേ. 566. സാർ ഞാൻ ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സമയമായിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ. സമയം ഉണ്ടെങ്കിൽ ഇരിക്കും. ചിലപ്പം ഇത് 1 മണിക്കൂറിനുള്ളിൽ ശരിയാവുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആവുന്നുണ്ട്. എൻ്റെ ഡാറ്റ എല്ലാം ക്യാപ്ചർ ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ആവും കേട്ടോ. സാർ ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ചിലപ്പം ആവും, ഇല്ലെങ്കിൽ അടുത്ത ക്യാമ്പിൽ നമുക്ക് ശരിയാക്കി എടുക്കാം. സാർ ഒരു OTP വരും, ഒന്ന് പറഞ്ഞേ. 535. സാറിന് എന്താണ് പ്രോബ്ലം? സ്പെഷ്യൽ PPO ഉണ്ടോ? സാറിൻ്റെ PPO ഇതിനകത്ത് അവൈലബിൾ അല്ല. പെൻഷൻ സ്ലിപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി പേരും കാര്യങ്ങളൊക്കെ റെഡിയാണോ? പ്രൊഫൈലില് പേര്, പേഴ്സണൽ ഡീറ്റെയിൽസ്. ഒരു മിനിറ്റ്. എൻ്റെ ശരിയാ വൈഫിൻ്റെ ഉണ്ട്. അത് നമ്മൾ എന്താ ചെയ്തേ? ഒന്നും ചെയ്തിട്ടില്ല. PPO ഉണ്ടോ സാറിൻ്റെ? ഫണ്ട് അവിടെ നിന്ന് കിട്ടിയതുണ്ടോ? ഫാമിലി ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണിക്കുന്നില്ലല്ലോ സാറേ. എല്ലാം ചെയ്യണമല്ലോ നമ്മൾ. അതിൻ്റെ ഒറിജിനൽ PPO ഉണ്ട്. അതെടുക്കാം. അത് തന്നെ. ബാലചന്ദ്രൻ നായർ, ഇതിനകത്ത് ഗിരിജ B നായർ ഉണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. ഡിസ്ചാർജ് ടൈമിൽ ഇട്ടതാ ഗിരിജ P ആധാറിലൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് കറക്ഷന് പോകേണ്ടി വരും സാറേ. ബാങ്ക് അക്കൗണ്ട്, നമ്മളുടെ ആധാർ, സ്പർശ്, പാൻ കാർഡ്, ഇതെല്ലാം ഒരേ പേരിലായിരിക്കാം. ഇത് പക്ഷേ വേറെ കാര്യമുണ്ട് സാറേ, ഇത് ഗിരിജ B ആണോ ഗിരിജ P ആണോ? P ആണ്. നെയിം കറക്ഷൻ ടേക്കപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പൊ എല്ലാം ഈ ഡാറ്റാബേസ് ലിങ്ക്ഡ് ആയതുകൊണ്ട് ഒരു സമയത്ത് ഇതെല്ലാം പ്രോബ്ലം ആവും. അപ്പൊ ഇപ്പോഴേ ആ സാർ ഈ കറക്ഷൻ എല്ലാം ഒരേ പേരാക്കുക. സാറിന് SLC ബുക്ക്, ആധാർ, ഇതൊക്കെയാണ് നമ്മുടെ ബേസ്. ഇത് സാർ ഇത് പ്രോസസ് ചെയ്തോളൂ. ഇറ്റ് ടേക്ക് സം ടൈം. ഓക്കെ. അതൊരു ഡോക്യുമെന്റ് ഉള്ള ഓഫീസിൽ നിന്ന് കിട്ടും. അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ആധാറിന്റെ കോപ്പി, നമ്മുടെ മറ്റല്ല ഒരു അഫിഡവിറ്റ്, അങ്ങനെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അത് പറഞ്ഞു തരും അവിടെ നിന്ന്. ഓക്കെ. അപ്പോൾ അതെടുത്തിട്ട് സാർ ഇത് ടേക്കപ്പ് ചെയ്യും. കാര്യം ഇതെല്ലാം വ്യത്യാസമായിട്ടാണ് കിടക്കുക. സാറ് പറഞ്ഞ് മനസ്സിലാവുന്നില്ല. ഇവിടെ ഡോക്യുമെന്റ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ. കറക്ഷൻ ഇൻ സ്പൗസ് നെയിം അതൊന്ന് ഇനിഷ്യേറ്റ് ചെയ്യിച്ചുള്ളൂ കേട്ടോ. ബാക്കി പെൻഷൻ എന്തായാലും വരുന്നുണ്ട്, ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. അത് കണ്ടിന്യൂ ചെയ്യട്ടെ. PPO ക്രിയേറ്റ് ചെയ്യാൻ 403 വരുള്ളൂ. അല്ല, അതിന് നമ്മൾ ഈ പെൻഷൻ സ്ലിപ്പ് നോക്കിയാൽ അറിയില്ല. അതിൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. സെയിം സർവീസ് അതിൻ്റെ എൻട്രിമേറ്റ്സ് ഒക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഈ സംതിങ് ഈസ് ലെസ് ദെൻ ഡെഫിനറ്റ്ലി യു ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ്. അല്ല, 403 വന്നിട്ടില്ല ഇതുവരെയൊന്നും. സാറിൻ്റെ എൻട്രിമേറ്റ്സുമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് പെൻഡിങ് എരിയേഴ്സ് വെച്ചിട്ട് വന്നോളൂ. പക്ഷേ സാറിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സ്പൗസിന്റെ പേര് കറക്റ്റ് ചെയ്യാൻ. CP സാറിന് സ്പൗസിന്റെ നെയിം കറക്ഷനുള്ള ഡോക്യുമെന്റ് ഒന്ന് ഉണ്ട്. നമ്മുടെ സാറിന് അറിയാം, പ്രസിഡന്റ് അറിയാമല്ലേ. പാസ്വേഡ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്ത് എഴുതി തരാം. ഓക്കെ. PPOയിലും ഗിരിജ B നായർ, ബാങ്കിലും ഗിരിജ B നായർ. ആധാർ മാത്രം ചേഞ്ച് ചെയ്തല്ല. പിന്നെ നമ്മൾ അല്ല, ആധാർ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി. ഈസിയാണ്. അങ്ങനെയാണെങ്കിൽ അത് വലിയ റോങ് പ്രൊസീജിയർ. പക്ഷേ ഇത് ഒരെണ്ണം ബിയും ഒരെണ്ണം പിയും ആണ്. ഇത് മാറ്റം അങ്ങനെ അത് മതി. അങ്ങനെ അത് ആധാർ അങ്ങനെ ആക്കിയാൽ മതി. മെയിനില് PPO ആൻഡ് ബാങ്ക് കറക്റ്റ് ആണെങ്കിൽ സാർ ഇവിടെ മറ്റേ സ്പർശിന്റെ ഇഷ്യൂ ആയിട്ട് വന്നതല്ലേ? സാറിന്റെ പേരെന്താ? സേവിയർ. എന്തായിരുന്നു സാറിന്റെ ഇഷ്യൂ? എൻ്റെ ഇഷ്യൂ എൻ്റെ വൈഫിൻ്റെ പേര് നോമിനേറ്റ് ഉണ്ടായിരുന്നില്ല. അതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. 1 വർഷം കൊടുത്ത് 2ാമത് റിമൈൻഡ് ചെയ്യും. ഇപ്പോൾ എനിക്കൊരു റിപ്ലൈ വന്നിരിക്കുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ ഈ ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. കാരണം എൻ്റെ പേരുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചെയ്തിട്ടുള്ള വലിയൊരു ഉപകാരമായിരിക്കും. ഓക്കെ സാർ, താങ്ക് യു. സാർ ഗുഡ് മോർണിംഗ്. സ്പർശിന്റെ ഇഷ്യൂ തന്നെ. ആൻഡ് എന്താ സാറിന്റെ ഇഷ്യൂ എന്താണ്? ഞാൻ നേരത്തെ ഇവിടെ ഒന്ന് ചെയ്തതാണ്, പക്ഷേ ഇതുവരെ എൻ്റർ ആയിട്ടില്ല. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് 80 വയസ്സ് കഴിഞ്ഞിട്ട് ജൂൺ കഴിഞ്ഞതാണ്. എല്ലാം പെട്ടെന്ന് ശരിയാവുമെന്ന് വിചാരിക്കും. സാറിന്റെ പേര്? എൻ്റെ പേര് തോമസ്. ഓക്കെ സാർ. സാറിന്റെ ഇഷ്യൂ എന്താണ്? എക്സാക്ട് ഇഷ്യൂ എന്താണ്? പേരും ഡേറ്റ് ഓഫ് ബർത്തും PPOയിലില്ല. അതിൻ്റെ PR ആയി. പക്ഷേ ഇതുവരെ സ്പർശിൻ്റെ വന്നിട്ടില്ല. പ്ലസ് ഞാൻ Y ഗ്രൂപ്പിലാണ് വരുന്നത്. പക്ഷേ എനിക്ക് പെൻഷൻ തരുന്ന X ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ എന്ത് ചേഞ്ച് വന്നപ്പോൾ ചേഞ്ച് എൻ്റെ എൻട്രിമെൻറ്റ്സിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് കിട്ടുന്നു. ഞാൻ ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അവർക്കൊന്നും ചെയ്യാനില്ല, സ്പർശ് വഴി പോകണം. ഞാൻ 1 പ്രാവശ്യം അവിടെ വിളിച്ചു.
ടെലിഫോണിക്കൽ അവരുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ അവർ കറക്റ്റ് ഇതൊന്നും പറഞ്ഞില്ല. പിന്നെ എനിക്ക് വന്നത് ആ പേയ്മെന്റ്. അപ്പൊ ഈ വർക്ക്ഷോപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? സാറിന്റെ പേര് എൻ്റെ പേര് അബി ജോൺ. ഓക്കെ സാർ, AFA എറണാകുളം ചാപ്റ്ററിന് നമുക്ക് ഇതിന് താങ്ക്സ് പറയാം. ഇവിടെ സ്പർശിന്റെ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നതാണോ? അതെ അതെ. സാറിന്റെ ഇഷ്യൂ എന്തായിരുന്നു? എൻ്റെ ഇഷ്യൂ എനിക്ക് 2023 ഒക്ടോബർ വരെ എനിക്ക് യാതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ സമയത്ത് ഒന്ന് എൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് മധുസൂദനൻ എന്നുള്ളത് മധുഡൂഡനൻ നായി ഡി നായി, അത് മിസ്റ്റേക്ക് വന്നു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. പിന്നൊന്ന് വൈഫിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം POR എടുത്തിട്ടുള്ള ഡോക്യുമെൻ്റ് എൻ്റെ അടുത്തുണ്ട്. അതൊക്കെ അതിൽ നേരത്തെ വന്നിരുന്നു. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള ആളല്ല, ഇരിക്കുകയാണ്. ഇത് 2 ഇഷ്യൂ ഉള്ളൂ, വേറൊരു ഇഷ്യൂ ഇല്ല. ആ ഇഷ്യൂ ഇവിടെ വെച്ച് നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നു. സാറേ ഗുഡ് മോർണിംഗ്. സാറിന് സ്പർശമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ആണോ സാറേ? എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്. ഐ ഹാവ് സെൻഡ് റെപ്രസെൻറ്റേഷൻ. അതിനുള്ള മറുപടി ശരിയായി വന്നിട്ടില്ല. ഐ എം വെയിറ്റിംഗ് ടിൽ March 31. അതിന് മുമ്പായിട്ട് ശരിയാവുന്നതോ പറഞ്ഞ തോന്നി എനിക്ക്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫർദർ ആക്ഷൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫർദർ എന്താ വേണ്ടതെന്നുള്ളതിന് ഈ വർക്ക്ഷോപ്പ് കൊണ്ട് അതിന് പ്രയോജനം ഉണ്ടാവുമെന്ന്. ഇത് ഗംഗാധരൻ സാറ്, AFA എറണാകുളത്തിന്റെ ചങ്കാണ്. സാറിന്റെ പേര്? എൻ്റെ പേര് മുരളീധരൻ നായർ. മുരളീധരൻ നായർ. സാറ് മറ്റേ സ്പർശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണോ? ആ സ്പർശന എൻ്റെ വൈഫിൻ്റെ പേരിൽ ഒരു സ്പെല്ലിങ്ങിലൊരു ഫാമിലി പെൻഷൻ വന്നപ്പോൾ പ്രശ്നം വന്നു. അതൊരു 5-6 2-3 വർഷമായിട്ട് അത് പ്രശ്നം നടക്കുക. എയർ ക്വാർട്ടേഴ്സിൽ എഴുതും, അവർ തിരിച്ചെഴുതും, അങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും. എന്നിട്ട് അവസാനം ശരിയാവുമെന്ന് വിചാരിക്കാം. ശരി, എന്നൊരു പേപ്പർ വന്നപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇവർ പറഞ്ഞ് ചെയ്യാൻ നമുക്ക് എല്ലാം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ആ പേപ്പറുമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവിടുന്ന് ശരിയാക്കി എടുക്കാം. ശരിയാവും. അപ്പൊ ഇതേപോലെ ഒരു സ്പർശ് വർക്ക്ഷോപ്പ് ഇവിടുത്തെ AFA എറണാകുളം ചാപ്റ്ററിന്റെ എഫേർട്ട് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. പിന്നെന്താ, നോ ഡൗട്ട്. ഓക്കെ ഫൈൻ, നൈസ് മീറ്റിംഗ് സർ. താങ്ക് യു. സാറേ, സാറിന്റെ പേരെന്ന് പറയുന്നത്? സാറേ ജോർജ്, വിജയ് ജോർജ്. സാറിന് സ്പർശിന്റെ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആണോ? എന്താണ് സാറിന്റെ ഇഷ്യൂ? എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്നുമില്ല, അപ്പോൾ അതൊന്ന് എൻട്രി ചെയ്യണമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ട് വളരെ പ്രയോജനമായല്ലേ? തീർച്ചയായിട്ടും ഇത് റെഡിയായി. എല്ലാവരും തന്നെ പറയുന്നുണ്ട് AFA എറണാകുളം ചാപ്റ്റർ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ സാറേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സാറേ, സാറിന്റെ പേര്? എൻ്റെ പേര് മോഹനൻ KE. സാറിന്റെ ഇഷ്യൂ എന്താണ്? എൻ്റെ വിഷയം എൻ്റെ വൈഫിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഫസ്റ്റ് ടൈം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല സർവീസിൽ. പിന്നെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്തപ്പോൾ പിന്നെ അതിനകത്ത് ബാക്കിയൊന്നുമില്ല. ശരി, നമുക്കിവിടെ കറക്റ്റ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. അല്ലാണ്ട് വേറെ പുതിയൊരു സിസ്റ്റം ആയതുകൊണ്ടുള്ള കുറച്ച് ഡ്രോബാക്സ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിവേ, ഫോർ ദ ബെസ്റ്റ്. ഫോർ ദ ബെസ്റ്റ്. ആ പോസിറ്റീവ്നെസ് ആണ് നമ്മൾ സോൾജേഴ്സ് ഓൾവേസ് ആ പോസിറ്റീവ്. ഓക്കെ സാർ, സാറിനെ മീറ്റ് ചെയ്തതിലും സംസാരിച്ചതിലും വളരെ താങ്ക്സ്. സ്പർശ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആണോ? വിഷയമാണ്. എന്താണ് ഇഷ്യൂ? ഇതിന് മോളുടെ നെക്സ്റ്റ് ഓഫ് കിൻ വൈഫ് എക്സ്പയറായി 5-6 മാസം മുമ്പ്. അപ്പോൾ നെക്സ്റ്റ് ഓഫ് കിൻ ചേഞ്ച് ചെയ്യാനായിട്ട് വൈഫ് മോളാണ്, മോൾ അൺമാരീഡാണ്, അൺഎംപ്ലോയിഡാണ്, മെഡിക്കൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഞാൻ അയച്ചിരുന്നു, ഇതെല്ലാം കാണിച്ചുകൊണ്ട് റെക്കോർഡ് ഓഫീസിലേക്ക്. അപ്പം റിപ്ലൈ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇതായിട്ട്. അപ്പോൾ അതിനു വേണ്ടി റീചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ദ ബെസ്റ്റ്. താങ്ക് യു സാർ. എന്താണ് സാറേ പറഞ്ഞത്? സാറിന്റെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് വർഗീസ് ഹ്യൂമൻ. സ്പർശിലെ വൈഫിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ സാർ, ഇപ്പോൾ NEPR ആയി അല്ലേ? അത് NEPR. വെരി ഗുഡ്. അപ്പോൾ സാറിന്റെ സ്പർശ ID ഒന്ന് പറയാൻ പറ്റുമോ? സ്പർശ എഴുതി തരാം. പെൻഷനൊക്കെ വരുന്നുണ്ട് സാറേ? പെൻഷനൊക്കെ റെഗുലറായിട്ട് വരുന്നുണ്ട്. പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഒരു പാസ്വേഡ് ഉണ്ടാവും സാറേ? ഉണ്ടോ? ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഓക്കെ. സാർ, ഒരു OTP വരും സാറിൻ്റെ കണക്റ്റഡ് മൊബൈലിലേക്ക്. അതൊന്ന് പറഞ്ഞു തരണേ. ഓക്കെ. 842284. കറക്റ്റ്. സാറിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. അതിൻ്റെ എക്സ്പയറി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയ പാസ്വേഡ് ഇട്ടിട്ട് അത് പറഞ്ഞു തരാം. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഞാൻ ഇതിൽ തന്നെ കട്ട് ചെയ്തിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ സാർ, ഒരു പ്രാവശ്യം കൂടെ OTP വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞു തരണം. 144. സാറിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് വിശദീകരിക്കാമോ? വൈഫിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് ഇൻക്ലൂഡ് ചെയ്യണം. സാറിൻ്റെ ഇതൊരു റിക്വസ്റ്റ് പെൻഡിങ് ഉണ്ടല്ലോ സാറേ, നേരത്തെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ?
നമുക്ക് നോക്കാം. DPDO AFR ഒക്കെ കൊടുത്തിരിക്കുന്നവര് DPDO ആണ് സാർ സ്പർശ് വഴിയാണോ കൊടുത്തത് അതോ ഈ ഹാർഡ് കോപ്പി ഡോക്യുമെന്റ് AFR-ലേക്ക് അയച്ചതാണ്? ഈ ഡോക്യുമെന്റ് ഞാൻ അവിടെ കൊടുത്തു DPDO-യിൽ. അവർ AFR ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഫസ്റ്റ് നെയിം റേച്ചൽ അല്ലേ, സ്പെല്ലിംഗ് മാറ്റാൻ കൊടുത്തു അല്ലേ? അതെ, അത് 2 പെൻഡിങ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഇതുവരെ ആക്ഷൻ ആയിട്ടില്ല. അല്ല, ഇത് സ്പർശിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഉണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാറേ. അത് ഇതിനകത്ത് കണ്ടില്ലേ? നോക്കൂ, ഫാമിലി ഡേറ്റ് ഓഫ് ബർത്ത്, റിക്വസ്റ്റ് വാല്യൂ, പുതിയ വാല്യൂ, ഈ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ലേ? ഇതല്ലേ ഇപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടുന്നത്? അതെ, റേച്ചൽ. റേച്ചൽ ഇങ്ങനെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് പെൻഡിങ് ആണ് എൻ്റെ സ്റ്റാറ്റസ്. സ്പർശിൽ പെൻഡിങ്. സ്പർശിൽ പെൻഡിങ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ആക്ഷൻ ചെയ്യണമെന്നും പറഞ്ഞ് വേറൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അതേ പറ്റുള്ളൂ. നമുക്കല്ലാതെ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത് ക്ലിയർ ആവാതെ പുതിയതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രീവിയസ് റിക്വസ്റ്റ് ക്ലിയർ ചെയ്യണമെന്നും പറഞ്ഞ് നമുക്കൊരു ഗ്രീവൻസ് റേസ് ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ശരിയാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് POR വന്നിരിക്കുന്നത് VARGHEC എന്ന് പകരം VER ആണ്. ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യണം അല്ലേ? പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും മറ്റേത് പഴയത് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം. അവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇതാ മെയിൻ ഇപ്പൊ കിട്ടിയതാണ്. ഇത് നമുക്ക് ആക്ഷൻ ചെയ്യാം, പക്ഷെ ആദ്യം ഇവരിത് ക്ലിയർ ചെയ്യട്ടെ. ഞാനൊരു ഗ്രിവൻസ് റേസ് ചെയ്യാൻ പോവാണ്. ആക്ഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ സാറിന്റെ ഈ പേരിന്റെ ഇത് ആയിട്ടുള്ളത് വീട്ടുപേരിനകത്ത് ഒരു ചെറിയ അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. സ്പർശ് BPO ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അത് മതി. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പെൻഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇത് കഴിയുമ്പോൾ സാറൊന്ന് വിളിക്കുമോ, നമ്മൾ ഗ്രൂപ്പിലിടുമ്പോൾ പറഞ്ഞാൽ മതി, നമ്മൾ ആക്ഷൻ ചെയ്തു തരാം. പാസ്വേഡ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സാൾ ഡിപ്പെൻഡ് അപ്പോൺ ദ DAV. അവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാവും. സാറിന് മെസ്സേജ് വരും, മൊബൈലിൽ മെസ്സേജ് വരും. ഇത് സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ സാറേ. ഇതാണ് നമ്മുടെ ഡോക്യുമെന്റ്. CO വർഗീസ് അല്ലേ? അതെല്ലാം വെച്ചോളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ഇത് ആക്ഷൻ ചെയ്യും. കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. റേസ് ചെയ്തിട്ടുണ്ട്.